Good morning all. Welcome to iPlus Training Solution. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് കോമേഴ്സ് പേപ്പറിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് മൊഡ്യൂളായ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് മാനേജ്മെന്റിനെ കുറിച്ചാണ്. ഫസ്റ്റ് നമുക്ക് മാനേജ്മെന്റ് എന്താണെന്ന് നോക്കാം. ഒരു ഓർഗനൈസേഷനിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സിംപ്ലി നമുക്ക് പറയാം മാനേജ്മെന്റ് മീൻസ് വാട്ട് എ മാനേജർ ഡസ്. ഒരു ഓർഗനൈസേഷനിൽ ഒരു മാനേജർ എന്താണോ ചെയ്യുന്നത് അതിന് മാനേജ്മെന്റ് എന്ന് പറയാം. മാനേജ്മെന്റ് മീനിങ് ഡീറ്റെയിൽ ആയി പോകുന്നതിന് മുമ്പ് 4 എലമെന്റ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് വൺ, ഫങ്ഷൻസ് ഓർ ആക്ടിവിറ്റീസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ലൈക്ക് പ്ലാനിംഗ്, ഡിസിഷൻ മേക്കിംഗ്, ഓർഗനൈസിംഗ്, ലീഡിംഗ്, മോട്ടിവേഷൻ ആൻഡ് കൺട്രോൾ. സെക്കൻഡ് വൺ, റിസോഴ്സസ്. റിസോഴ്സസ് മീൻസ് ഹ്യൂമൻ റിസോഴ്സസ്, ഫിനാൻഷ്യൽ റിസോഴ്സസ്, ഫിസിക്കൽ റിസോഴ്സസ് ആൻഡ് ഇൻഫർമേഷൻ റിസോഴ്സസ്. തേർഡ് വൺ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മീൻസ് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ആവാം, എംപ്ലോയീസ് ആവാം, അല്ലെങ്കിൽ മാനേജേഴ്സ് ആവാം. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഗോൾസ് ഓർ ഒബ്ജക്റ്റീവ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന് ഗോൾസ് ഓർ ഒബ്ജക്റ്റീവ് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോഴാണ് മാനേജ്മെന്റ് മീനിങ് പൂർണ്ണമാവുന്നത്. അപ്പോൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്രോസസ് ആണ്. is a process of planning, decision making, organizing, leading, motivation and controlling the human resources, financial resources, physical resources and information resources of an organization to reach its goals efficiently and effectively. അതായത് ഒരു ഓർഗനൈസേഷന്റെ ഗോൾസ് ഓർ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ ഓർഗനൈസേഷനിലെ റിസോഴ്സസിനെ ഫങ്ഷൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അച്ചീവ് ചെയ്യുന്ന ഗോൾസ് എപ്പോഴും എഫിഷ്യന്റും എഫക്റ്റീവും ആയിരിക്കണം. എഫിഷ്യന്റ് എഫക്റ്റീവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, എഫിഷ്യൻസി എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന റിസോഴ്സസ് വിത്ത് മിനിമം കോസ്റ്റിൽ എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കണം. എഫിഷ്യന്റ് മീൻസ് വേസ്റ്റേജ് കുറച്ച്, കോസ്റ്റ് കുറച്ചുകൊണ്ട് റിസോഴ്സസും എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്ത് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യണം, അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂട്ടണം. ഇതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് എപ്പോഴും എൻഡ് റിസൾട്ട് അല്ലെങ്കിൽ എൻഡ് ഗോളിനെ ആണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വിച്ച് മീൻസ് ഡൂയിങ് ദ റൈറ്റ് തിങ്സ് ഓർ ഫുൾഫില്ലിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് അച്ചീവിംഗ് ദി ഗോൾസ്. ദാറ്റ് ഈസ് എഫക്റ്റീവ്നെസ്. അടുത്ത നമുക്ക് ഡെഫിനിഷൻസ് ഓഫ് മാനേജ്മെന്റ് നോക്കാം. ഫസ്റ്റ് ഡെഫിനിഷൻ മേരി പാർക്കർ ഫോളറ്റ് ആണ്. നമ്മൾ കോമൺ ആയിട്ട് കേട്ടുള്ള ഡെഫിനിഷൻ ആണ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ, അതിനാണ് മാനേജ്മെന്റ് എന്നാണ് മേരി പാർക്കർ ഫോളറ്റ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ഡെഫിനിഷൻ പീറ്റർ ട്രക്കറിന്റെ ഡെഫിനിഷൻ ആണ്. അദ്ദേഹം പറയുന്നത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ബേസിക് ടാസ്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇന്നോവേഷൻ ആണ്. അക്കോർഡിംഗ് ടു ഹിം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു മൾട്ടിപർപ്പസ് ഓർഗൻ അല്ലെങ്കിൽ മൾട്ടിപർപ്പസ് ടാസ്ക് ആണ് വിച്ച് മാനേജസ് ദ ബിസിനസ്, മാനേജസ് ദ മാനേജർ, മാനേജസ് ദ വർക്കേഴ്സ് ആൻഡ് വർക്ക്. ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മാനേജ്മെന്റിനെ ഒരു മൾട്ടിപർപ്പസ് ഓർഗൻ എന്നാണ് പീറ്റർ എഫ് ട്രക്കർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പീറ്റർ ട്രക്കറിന്റെ ആണ് ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് എന്ന് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഗുരു എന്ന് പറയുന്നത്. ഇപ്പൊ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൂ ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ്? അത് പീറ്റർ എഫ് ട്രക്കർ ആണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ഫങ്ഷണൽ കോൺസെപ്റ്റ്. ഫങ്ഷണൽ കോൺസെപ്റ്റിൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് മാനേജേഴ്സ് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആ ഫങ്ഷൻസ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കണം. അക്കോർഡിംഗ് ടു ഹെൻറി ഫയോൾ മാനേജ്മെന്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ടു മാനേജ് ഈസ് ടു ഫോർകാസ്റ്റ് ആൻഡ് പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ്, ടു കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ. ഇത് ഡിഫറെന്റ് ഫങ്ഷൻസ് ആണ് മാനേജ്മെന്റിന്റെ. ഈ ഫങ്ഷൻസ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് മാനേജ്മെന്റ് എന്നാണ് ഫങ്ഷണൽ കോൺസെപ്റ്റ് പ്രകാരം പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് വൺ ഹ്യൂമൻ റിലേഷൻ കോൺസെപ്റ്റ് ആണ്. ഹ്യൂമൻ റിലേഷൻ കോൺസെപ്റ്റിൽ ഹ്യൂമൻ ആസ്പെക്റ്റിനാണ് കൂടുതൽ എംഫസൈസ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ഓർഗനൈസേഷണൽ സോഷ്യൽ സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇവിടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് പീപ്പിൾ ആണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. തേർഡ് വൺ ഡിസിഷൻ മേക്കിംഗ് കോൺസെപ്റ്റ്. ഡിസിഷൻ മേക്കിംഗ് കോൺസെപ്റ്റിൽ പറയുന്നത് ദ ബേസിക് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഡ്യൂട്ടി ഓഫ് മാനേജർ എന്ന് പറയുന്നത് ഈസ് ടു ടേക്ക് ഡിസിഷൻ ആൻഡ് ഇംപ്ലിമെന്റ് ദോസ് ഡിസിഷൻ. അപ്പം ഡിസിഷൻ മേക്കിങ്ങിനാണ് മാനേജ്മെന്റ് എന്നാണ് ഡിസിഷൻ മേക്കിംഗ് കോൺസെപ്റ്റ് പ്രകാരം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പ്രൊഡക്ടിവിറ്റി കോൺസെപ്റ്റിൽ മാനേജ്മെന്റ് ഡിഫൈൻ ചെയ്യുന്നത് പ്രൊഡക്ടിവിറ്റി അഥവാ പ്രൊഡക്ഷന്റെ ബേസിസിലാണ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടെക്നിക് ഓഫ് ഇൻക്രീസിംഗ് പ്രൊഡക്ടിവിറ്റി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ സിസ്റ്റം കോൺസെപ്റ്റ്.
സിസ്റ്റം കോൺസെപ്റ്റിൽ മാനേജ്മെന്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അതായത് ഒരു ഓർഗനൈസേഷന്റെ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യാൻ ഒരു ഓർഗനൈസേഷനെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് മാനേജ്മെന്റ് ഡ്യൂട്ടി എന്നാണ് സിസ്റ്റം കോൺസെപ്റ്റിൽ പറയുന്നത്. 5 കോൺസെപ്റ്റുകളാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ ഫങ്ഷണൽ കോൺസെപ്റ്റ്, അവിടെ മാനേജ്മെന്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡിഫറെന്റ് ഫങ്ഷൻസ് പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് വൺ ഹ്യൂമൻ റിലേഷൻ കോൺസെപ്റ്റ്, അവിടെ മാനേജ്മെന്റ് ചെയ്യുന്നത് ഡെവലപ്മെന്റ് ഓഫ് പീപ്പിൾ ആണ്. തേർഡ് വൺ ഡിസിഷൻ ആണ്, ഡിസിഷൻ കോൺസെപ്റ്റ്. ഡിസിഷൻ കോൺസെപ്റ്റിൽ മാനേജ്മെന്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ്. പ്രൊഡക്ടിവിറ്റി കോൺസെപ്റ്റിൽ ഒപ്റ്റിമം പ്രൊഡക്ടിവിറ്റി സാധ്യമാക്കുക. സിസ്റ്റം കോൺസെപ്റ്റിൽ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യാൻ ഓർഗനൈസേഷനെ പ്രാപ്തമാക്കുക. ഇത്രയുമാണ് ഡിഫറെന്റ് കോൺസെപ്റ്റ്സ് ഓഫ് മാനേജ്മെന്റ്. ഒരു ഓർഗനൈസേഷനിലെ മാനേജറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനെ ഗൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോൾ അച്ചീവ് ചെയ്യാൻ ഗൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മാനേജറിന്റെ ഡ്യൂട്ടി. ഹെൻറി മിൻസ്ബർഗ്, അതായത് ഒരു കനേഡിയൻ ഓതറാണ് ഹെൻറി മിൻസ്ബർഗ്. ഹെൻറി മിൻസ്ബർഗ് മാനേജേഴ്സിന്റെ റോൾസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. 3 ഹെഡുകളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇന്റർപേഴ്സണൽ റോള്, സെക്കൻഡ് വൺ ഇൻഫർമേഷണൽ റോള് ആൻഡ് തേർഡ് വൺ ഡിസിഷൻ റോള്. ഫസ്റ്റ് വൺ ഇന്റർപേഴ്സണൽ റോള്. ഇന്റർപേഴ്സണൽ റോളിൽ വരുന്ന ഒന്നാണ് ഫിഗർ ഹെഡ് റോള്. ഫിഗർ ഹെഡ് റോൾ എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാനേജറിന് സോഷ്യൽ അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കുമെന്നാണ് ഫിഗർ ഹെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ ലീഡർ. ലീഡർ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനെ ലീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുന്നത് മാനേജറാണ്. അപ്പം ഒരു ലീഡറിന്റെ റോള് മാനേജർക്ക് ഉണ്ടായിരിക്കും. തേർഡ് വൺ എന്ന് പറയുന്നത് ലിയേസാൻ. ലിയേസാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് റോള് ലീഡർ മാനേജർക്കുണ്ട്. കമ്മ്യൂണിക്കേറ്റിംഗ് റോൾ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കോൺടാക്ട്സ്. നെക്സ്റ്റ് ഹെഡ് ഇൻഫർമേഷണൽ റോള്. ഇൻഫർമേഷണൽ റോളിൽ മോണിറ്റർ ആണ്. മോണിറ്റർ മീൻസ് ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന ഇൻഫർമേഷനെ കളക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്ന റോള് മാനേജർക്ക് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ ഡിസെമിനേറ്റർ. ഡിസെമിനേറ്റർ മീൻസ് കമ്മ്യൂണിക്കേറ്റ് പൊട്ടൻഷ്യൽ യൂസ്ഫുൾ ഇൻഫർമേഷൻ ഇന്റേണലി. ഇന്റേണലി മീൻസ് ഒരു ഓർഗനൈസേഷനിൽ ഡിഫറെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് കാണും. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് കാണും, എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് കാണും. ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് വർക്കേഴ്സ്, എംപ്ലോയീസ്, മാനേജേഴ്സ് ഒക്കെ ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ വരുന്നതാണ്. എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻസ് ആവാം, ഗവൺമെന്റ്സ് ആകാം, അല്ലെങ്കിൽ ജനറൽ പബ്ലിക്സ് ആവാം, കൺസ്യൂമേഴ്സ് ആകാം. ഇതെല്ലാം എക്സ്റ്റേണൽ എൻവയോൺമെന്റിന്റെ പാർട്ടാണ്. അപ്പം ഡിസെമിനേറ്ററിന്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സ്പോക്കൺ പേഴ്സൺ എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഇൻഫർമേഷൻ ഓർഗനൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നുള്ളതാണ് സ്പോക്കൺ പേഴ്സന്റെ റോള്. ഡിസിഷൻ റോള്. ഡിസിഷൻ റോളിൽ ഫസ്റ്റ് വൺ ഓണ്ടർപ്രണറിയൽ റോള്. ഓണ്ടർപ്രണറിയൽ റോളിൽ പറയുന്നത് ഒരു മാനേജർ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയ ഐഡിയാസ് ജനറേറ്റ് ചെയ്യുന്നു. ആ പുതിയ ഐഡിയാസ് എന്ത് ചെയ്യുന്നു? ഇംപ്ലിമെന്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ. അതായത് ഒരു ഓർഗനൈസേഷനിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ മാനേജർ വേണം അതെന്ത് ചെയ്യേണ്ടത്? സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു റോളാണ് ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ റിസോഴ്സ് അലോക്കേറ്റർ. റിസോഴ്സ് അലോക്കേറ്റർ മീൻസ് ഒരു ഓർഗനൈസേഷന്റെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ഫണ്ട്സ് ആയാലും സ്റ്റാഫ്സിനെ ആയാലും അലോക്കേറ്റ് ചെയ്യേണ്ട ഡ്യൂട്ടി മാനേജറിനാണ്. ലാസ്റ്റ് വൺ നെഗോഷിയേറ്റർ. നെഗോഷിയേറ്റർ മീൻസ് ഒരു ഓർഗനൈസേഷനിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പുതിയ ഡിസിഷൻ എടുക്കുമ്പോൾ ഒരുപാട് ചർച്ചകൾ നടത്തണം. ചർച്ചകൾ ടീമുകളുമായിട്ടും ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും അല്ലെങ്കിൽ ഓർഗനൈസേഷൻ മൊത്തത്തിൽ തീരുമാനം എടുത്തിട്ട് വേണം പ്രശ്നം പരിഹരിക്കാൻ അല്ലെങ്കിൽ പുതിയ ഡിസിഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് മിൻസ്ബർഗിന്റെ റോൾസ് ഓഫ് മാനേജേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഇന്റർപേഴ്സണൽ, സെക്കൻഡ് വൺ ഇൻഫർമേഷണൽ, തേർഡ് വൺ ഡിസിഷൻ റോൾ. ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ്. ഫസ്റ്റ് ഫീച്ചർ, മാനേജ്മെന്റ് ഈസ് എ ഗോൾ ഓറിയന്റഡ് പ്രോസസ്സ്. ആദ്യം മുതലേ നമ്മൾ പറഞ്ഞു ഒരു മാനേജറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഓർഗനൈസേഷന്റെ എൻഡ് റിസൾട്ട് അല്ലെങ്കിൽ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഗോൾ ഓറിയന്റഡ് പ്രോസസ് ആണ്. സെക്കൻഡ് വൺ, മാനേജ്മെന്റ് ഈസ് എ പെർവേസീവ്. പെർവേസീവ് മീൻസ് മാനേജ്മെന്റ് ഈസ് എ യൂണിവേഴ്സൽ ഫിനോമിന. അതായത് ലോകത്തിന്റെ ഏത് പാർട്ടിലും മാനേജ്മെന്റ് തിയറീസ് ഒരുപോലെ ആയിരിക്കും. ഇതിപ്പം UK ആയാലും US ആയാലും എല്ലാം ഒരുപോലെ ആയിരിക്കും. അതേപോലെ തന്നെ ഏത് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷനിലും മാനേജ്മെന്റ്
തിയറീസ് ഒരുപോലെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് എന്ന് പറയുന്ന പെർവേസീവ് എന്നാണ് പറയുന്നത്. തേർഡ് വൺ, മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ. മൾട്ടി ഡയമെൻഷണൽ മീൻസ് മാനേജ്മെന്റ് ഒരു സിംഗിൾ ആക്ടിവിറ്റി മാത്രമല്ല ഉള്ളത്, ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റി ഉണ്ട്. മെയിൻ ആയിട്ട് 3 ആക്ടിവിറ്റിയാണ് ഉള്ളത്. ഫസ്റ്റ് വൺ മാനേജ്മെന്റ് ഓഫ് വർക്ക് വരാം, സെക്കൻഡ് വൺ മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ, തേർഡ് വൺ മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻ. മാനേജ്മെന്റ് ഓഫ് വർക്ക് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ടാസ്ക് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ കോമ്പറ്റീറ്ററുമായിട്ട് കോമ്പീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് വേണം. അപ്പോൾ എംപ്ലോയീസിനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളത് ഒരു മാനേജ്മെന്റ് ഡ്യൂട്ടിയാണ്. തേർഡ് വൺ, മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ്. മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ് മീൻസ് ഇറ്റ്സ് എ മിക്സ് ഓഫ് മാനേജ്മെന്റ് ഓഫ് വർക്ക് ആൻഡ് മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ. വർക്കിനെ മാനേജ് ചെയ്യണം, അതേപോലെ തന്നെ പീപ്പിളിനെ മാനേജ് ചെയ്താൽ മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയാം. മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആൻഡ് നെവർ എൻഡിങ് ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റ് വൺ, മാനേജ്മെന്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇൻവോൾവ് ആണ് മാനേജീരിയൽ ആക്ടിവിറ്റിയിൽ. നെക്സ്റ്റ് വൺ, മാനേജ്മെന്റ് ഈസ് എ ഡൈനാമിക് ഫംഗ്ഷൻ. ഡൈനാമിക് ഫംഗ്ഷൻ ഇൻ ദ സെൻസ് ദാറ്റ് ഒരു ഓർഗനൈസേഷൻ്റെ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് മാനേജ്മെന്റിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഗോൾസ് ഒബ്ജക്റ്റീവ്സിലും അതിനനുസരിച്ചുള്ള ചേഞ്ചസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് പ്രോസസ് ആണെന്ന് പറയാം. ഇൻറ്റാജിബിൾ മീൻസ് മാനേജ്മെന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കലി കാണാൻ സാധിക്കില്ല, പക്ഷെ അതിന്റെ പ്രസൻസ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, ബാലൻസിങ് ഓഫ് എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി. എഫക്റ്റീവ്നെസ് മീൻസ് അച്ചീവിംഗ് ദ ടാർഗറ്റ് വിത്തിൻ എ ടൈം ഫ്രെയിം. എഫിഷ്യൻസി മീൻസ് യൂസ് ഓഫ് റിസോഴ്സസ് ഇൻ ആൻ ഒപ്റ്റിമം വേ. ലാസ്റ്റ് വൺ, കോമ്പോസിറ്റ് പ്രോസസ് ആണ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് ഫങ്ഷൻസ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. ആ ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നതിന് ഒരു പ്രോപ്പർ സീക്വൻസ് ഉണ്ടായിരിക്കും. ഇത്രയുമാണ് ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ട്സ് അഥവാ ഹിസ്റ്റോറിക്കൽ ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ട്. 4 ടൈപ്പ് ഉണ്ട് ഹിസ്റ്റോറിക്കൽ ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ട്. ഫസ്റ്റ് പീരീഡ് പ്രീ സയന്റിഫിക് മാനേജ്മെന്റ് പീരീഡ്. 1880 മുന്നേ ഉള്ള പീരീഡ് ആണ് പ്രീ സയന്റിഫിക് മാനേജ്മെന്റ് പീരീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ക്ലാസിക്കൽ തിയറി. ക്ലാസിക്കൽ തിയറി അഥവാ ക്ലാസിക്കൽ പീരീഡ് വരുന്നത് 1880 മുതൽ 1930 വരെയാണ്. ക്ലാസിക്കൽ പീരീഡിൽ വരുന്ന ഡിഫറെൻറ്റ് സ്കൂൾസ് ആണ് FW ടൈലർ ഡെവലപ്പ് ചെയ്ത സയന്റിഫിക് മാനേജ്മെന്റ് സ്കൂള്, ഹെൻറി ഫയോളിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ മാനേജ്മെന്റ്, ബ്യൂറോക്രാറ്റിക് മോഡൽ ഓഫ് മാക്സ് വെബർ. തേർഡ് വൺ, നിയോ ക്ലാസിക്കൽ തിയറി പീരീഡ് ആണ്. അത് 1930 മുതൽ 1950 വരെയുള്ള പീരീഡ് ആണ്. ലാസ്റ്റ് വൺ, മോഡേൺ തിയറി അപ്രോച്ച് ആണ്. അത് 1950 ശേഷമുള്ളതാണ്. തിയറീസ് എല്ലാം മോഡേൺ തിയറിയിലാണ് വരുന്നത്. ഹിസ്റ്റോറിക്കൽ ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ട്സിൽ ഫസ്റ്റ് വൺ, പ്രീ സയന്റിഫിക് മാനേജ്മെന്റ് പീരീഡ്. 1880 മുൻപുള്ള പീരീഡിനെയാണ് പ്രീ സയന്റിഫിക് മാനേജ്മെന്റ് പീരീഡ് എന്ന് പറയുന്നത്. അതായത് സയന്റിഫിക് മാനേജ്മെന്റ് പീരീഡിന് തൊട്ട് മുൻപുള്ള പീരീഡ് ആണ് പ്രീ സയന്റിഫിക് മാനേജ്മെന്റ് പീരീഡ്. പ്രീ സയന്റിഫിക് മാനേജ്മെന്റ് പീരീഡിൽ കാര്യമായ മാറ്റം കൊണ്ടുവന്ന ഒരു ഇൻസിഡന്റ് ആണ് 18ാം നൂറ്റാണ്ടിലുണ്ടായ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. പണ്ട് ആളുകൾ കൂട്ടം കൂടി ജോലി ചെയ്ത് തുടങ്ങിയ കാലം മുതലേ മാനേജ്മെന്റ് എന്ന ആശയം നിലനിൽക്കുന്നുണ്ട്. അതിനുദാഹരണമാണ് ഈജിപ്തിലെ പിരമിഡും ചൈനയിലെ വൻമതിലുമൊക്കെ. 1750 ശേഷം വെസ്റ്റേൺ യൂറോപ്പിലാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായത്. ആ പീരീഡിൽ ഉണ്ടായ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ വലിയ ചേഞ്ചസ് ആണ് കൊണ്ടുവന്നത്. പ്രധാനമായിട്ടുണ്ടായ മാറ്റം ഡൊമസ്റ്റിക് സിസ്റ്റത്തിൽ നിന്നിട്ട് ഫാക്ടറി സിസ്റ്റത്തിലേക്ക് മാറി. ഡൊമസ്റ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് ഉൽപാദകരുടെ വീടുകളിൽ ഉൽപ്പന്നങ്ങൾ എത്തിച്ച് അല്ലെങ്കിൽ ക്യാപിറ്റൽ എത്തിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ നടത്തിയിരുന്ന രീതിയാണ് ഡൊമസ്റ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഫാക്ടറി സിസ്റ്റം എന്ന് പറയുന്നത് ഈ ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ മുതലാളിമാർ സ്വന്തമായിട്ടൊരു ഫാക്ടറി തുടങ്ങി ആ ഫാക്ടറിയിൽ ഒരുപാട് ഇക്വിപ്മെന്റ്സും പ്രൊഡക്ഷൻ മെത്തേഡ്സും ഓർഗനൈസേഷൻ ലേബേഴ്സും ഒക്കെ വന്നിട്ട് ഒരു വലിയ രീതിയിൽ പ്രൊഡക്ഷൻ നടത്തുന്നതിനാണ് ഫാക്ടറി സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെ ഫാക്ടറി സിസ്റ്റത്തിലേക്ക് മാറുമ്പോഴാണ് ഒരു മാനേജ്മെന്റിന്റെ ആവശ്യകത ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പീരീഡിൽ ഡൊമസ്റ്റിക് സിസ്റ്റത്തിൽ നിന്ന് ഫാക്ടറി സിസ്റ്റത്തിലേക്ക് പ്രൊഡക്ഷൻ സിസ്റ്റം മാറിയതിനു ശേഷം
ആ കാലയളവിന് ശേഷമാണ് ട്രഡീഷണൽ മാനേജ്മെന്റ് തിയറീസിനേക്കാളും ഇമ്പോർട്ടൻസ് സയന്റിഫിക് മാനേജ്മെന്റ് തിയറീസിന് ലഭിച്ചു തുടങ്ങിയത്. ആ പീരീഡിനെയാണ് ക്ലാസിക്കൽ തിയറി പീരീഡ് എന്ന് പറയുന്നത്. അത് 1880 മുതൽ 1930 വരെയാണ്. മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് FW ടൈലർ, HL ഗാണ്ട്, എമേഴ്സൺ, ഫ്രാങ്ക് ആൻഡ് ലിയാൻ ഗിൽബർട്ട് തുടങ്ങിയവരാണ് ക്ലാസിക്കൽ തിയറീസിന്റെ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ്. ക്ലാസിക്കൽ തിയറിനെ ഫർദർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് മൂന്നായിട്ട്. ഫസ്റ്റ് വൺ സയന്റിഫിക് മാനേജ്മെന്റ് തിയറി, സെക്കൻഡ് വൺ അഡ്മിനിസ്ട്രേറ്റീവ് പ്രിൻസിപ്പിൾസ്, തേർഡ് വൺ ബ്യൂറോക്രസി. സയന്റിഫിക് മാനേജ്മെന്റ് തിയറി എന്താണെന്ന് നമുക്ക് നോക്കാം. സയന്റിഫിക് മാനേജ്മെന്റ് തുടക്കം എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടുകളുടെ ആദ്യമാണ്. FW ടൈലർ, ഫ്രാങ്ക് ഗിൽബർട്ട്, ലിലിയൻ ഗിൽബർട്ട്, ഹെൻറി ഗാൻസ് തുടങ്ങിയവരാണ് സയന്റിഫിക് മാനേജ്മെന്റ് തിയറീസ് അല്ലെങ്കിൽ തോട്ട്സ് ഡെവലപ്പ് ചെയ്തവരിൽ പ്രധാനികൾ. അതിൽ FW ടൈലറിനെയാണ് ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്നറിയപ്പെടുന്നത്. ടൈലർ പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ അവിടെയുള്ള കസ്റ്റംസ് ആൻഡ് റൂൾസ് ഓഫ് തമ്പ് മെത്തേഡ്സ് മാറ്റിക്കൊണ്ട് സയന്റിഫിക് മെത്തേഡ്സ് ഉപയോഗിക്കണം എന്നാണ്. കസ്റ്റംസ് ആൻഡ് റൂൾ ഓഫ് തമ്പ് മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസ് വർക്കുകൾ അല്ലെങ്കിൽ പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ്സുകൾ മാറ്റി സയന്റിഫിക് വേയിൽ പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റിയും അതേപോലെ തന്നെ പ്രോഫിറ്റും കൂട്ടാൻ കഴിയും എന്നാണ് FW ടൈലർ പറയുന്നത്. FW ടൈലറിനനുസരിച്ച് തിയറി അനുസരിച്ച് അവിടെ ഹ്യൂമൻ സയന്റിഫിക് മെത്തേഡ്സ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ എനർജിയും എഫേർട്സും കുറയ്ക്കാൻ കഴിയും. ടൈലറിന്റെ പ്രധാനപ്പെട്ട 2 ബുക്കുകളാണ്. ഫസ്റ്റ് വൺ ഷോപ്പ് മാനേജ്മെന്റ്, അത് 1900-ലാണ് പുറത്തിറക്കിയിരിക്കുന്നത്. രണ്ടാമത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്, അത് 1911-ലാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്തിരിക്കണം. പ്രധാനപ്പെട്ട പബ്ലിക്കേഷൻസും പബ്ലിഷ് ചെയ്ത ഇയറും ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് നോക്കാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്. ആ പ്രിൻസിപ്പിൾ പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊഡക്ഷന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ സയന്റിഫിക് മെത്തേഡ് യൂസ് ചെയ്യണം എന്നാണ് ഇൻസ്റ്റെഡ് ഓഫ് റൂൾ ഓഫ് തമ്പ് മെത്തേഡ്. റൂൾ ഓഫ് തമ്പ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഗസ് വർക്ക് ഉപയോഗിക്കുക അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ് ഫോളോ ചെയ്യാതെ സയന്റിഫിക് വേയിൽ തന്നെ പ്രൊഡക്ഷൻ നടത്തണം എന്നാണ് സയൻസ് നോട്ട് ദ റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ വഴി പറയുന്നത്. സെക്കൻഡ് വൺ ഹാർമണി നോട്ട് ഡിസ്കോർഡ്. അതിൽ ടൈലർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കേഴ്സും മാനേജ്മെന്റും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ്, ഒരു കോഡിയൽ ആൻഡ് കംപ്ലീറ്റ് ഹാർമണി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. അതായത് ഒരു ഐക്യം ഉണ്ടായിരിക്കണം, സുപ്പീരിയർ സബോർഡിനേറ്റ് അല്ലെങ്കിൽ വർക്കേഴ്സും മാനേജ്മെന്റും തമ്മിൽ ഒരു ഐക്യം ഉണ്ടായിരിക്കണം എന്നാണ് സെക്കൻഡ് പ്രിൻസിപ്പിളിൽ പറയുന്നത്. തേർഡ് വൺ മെന്റൽ റെവല്യൂഷൻ. മെന്റൽ റെവല്യൂഷനിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ചസ് ഇൻ ദി ആറ്റിറ്റ്യൂഡ് ഓഫ് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ് എന്നാണ്. ആറ്റിറ്റ്യൂഡ് മീൻസ് ഒരു മുതലാളി തൊഴിലാളി അല്ലെങ്കിൽ സബോർഡിനേറ്റ് സുപ്പീരിയർ എന്നൊരു വേർതിരിവില്ലാതെ നല്ലൊരു റിലേഷൻഷിപ്പ് വർക്കേഴ്സും മാനേജേഴ്സും തമ്മിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് ടൈലർ പറയുന്നത്. എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മ്യൂച്വൽ ഡിസ്കഷനിലൂടെ പരിഹരിച്ചും, എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തും, അഡ്വൈസസ് ഉണ്ടെങ്കിൽ അഡ്വൈസസ് കൊടുത്തും എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നാണ് മെന്റൽ റെവല്യൂഷൻ വഴി ടൈലർ അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ കോർപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. അത് പറയുന്നത് എംപ്ലോയീസും മാനേജേഴ്സും തമ്മിൽ ഒരു ബെറ്റർ കോർപ്പറേഷൻ വേണം എന്നാണ്. ഓർഗനൈസേഷനിൽ ഒരു നല്ലൊരു സഹകരണം വേണം അല്ലെങ്കിൽ ഒരു യൂണിറ്റി വേണം. നെക്സ്റ്റ് വൺ ഡെവലപ്മെന്റ് ഓഫ് എവറി പേഴ്സൺ ടു ഹിസ് ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി. ഒരു കമ്പനിയുടെ എഫക്റ്റീവ്നെസ് ഇൻക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ എബിലിറ്റിയും സ്കിൽസും അതേപോലെ എൻഹാൻസ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാംസും ലേണിംഗ് പ്രാക്ടീസസും ടെക്നോളജീസും സയന്റിഫിക് അപ്രോച്ചും ഒക്കെ നടത്തി എംപ്ലോയീസിന്റെ സ്കിൽസും എബിലിറ്റീസും എൻഹാൻസ് ചെയ്യണം എന്നാണ് ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ ഈക്വൽ ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. ഈക്വൽ ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി പറയുന്നത് റെസ്പോൺസിബിലിറ്റി ഓഫ് ദി മാനേജർ ആൻഡ് വർക്കേഴ്സ് ആർ ഡിവൈഡഡ് ഇൻ ഈക്വൽ വേ. മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വർക്ക് ഓർഗനൈസ് ചെയ്യുക അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. വർക്കേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് മാനേജേഴ്സിന്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന വർക്ക് നന്നായി എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈക്വൽ ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിളിൽ പറയുന്നത്. ലാസ്റ്റ് വൺ മാക്സിമം ഔട്ട്പുട്ട്. മാക്സിമം ഔട്ട്പുട്ടിൽ പറയുന്നത് വർക്കേഴ്സ്
ഒരു ഓർഗനൈസേഷനിൽ വർക്കേഴ്സ് എപ്പോഴും അറ്റൈൻ ചെയ്യേണ്ടത് മാക്സിമം ഔട്ട്പുട്ട് ആണ് ഇൻ പ്ലേസ് ഓഫ് റെസ്ട്രിക്റ്റഡ് ഔട്ട്പുട്ട്. അപ്പോൾ ഇത്രയുമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ഫസ്റ്റ് വൺ, യൂസ് സയന്റിഫിക് മെത്തേഡ് ഇൻസ്റ്റെഡ് ഓഫ് റൂൾ ഓഫ് തമ്പ്. സെക്കൻഡ് വൺ, ഹാർമണി ഇൻ ഗ്രൂപ്പ് ആക്ഷൻ. തേർഡ് വൺ, മെന്റൽ റെവല്യൂഷൻ. ഫോർത്ത് വൺ, കോർപ്പറേഷൻ. ഫിഫ്ത് വൺ, ഡെവലപ്മെന്റ് ഓഫ് every person to his greatest efficiency. Next one, equal division of responsibility, and last one is maximum output. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആണ്. ടെക്നിക്സ് അഥവാ എലമെന്റ്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. FW ടൈലർ പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ഡെവലപ്പ് ചെയ്തതുപോലെ 6 ടെക്നിക്സും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, സയന്റിഫിക് സ്റ്റഡി ഓഫ് വർക്ക്. സയന്റിഫിക് സ്റ്റഡി ഓഫ് വർക്കിൽ പറയുന്നത് ഒരു ഓർഗനൈസേഷൻ ക്വാളിറ്റി ഔട്ട്പുട്ട് മിനിമം കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷനിലെ ഡിഫറെന്റ് ആക്ടിവിറ്റീസിനെ ഡീപ്പായിട്ട് അനാലിസിസ് ചെയ്യുന്ന സ്റ്റഡിയെയാണ് സയന്റിഫിക് സ്റ്റഡി എന്ന് പറയുന്നത്. 4 തരത്തിലുള്ള സയന്റിഫിക് സ്റ്റഡി ഒരു ഓർഗനൈസേഷനിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ, മെത്തേഡ് ഓഫ് സ്റ്റഡി. മെത്തേഡ് ഓഫ് സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷനിൽ കോസ്റ്റ് കുറച്ച് എഫക്റ്റീവായിട്ട് പ്രൊഡക്ടിവിറ്റി നടത്താൻ കഴിയുന്ന സ്യൂട്ടബിൾ മെത്തേഡ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെത്തേഡ് സ്റ്റഡിയുടെ ലക്ഷ്യം. Next one, motion study. Motions means movements. Motion refers to conduct the study of motions being performed by the workers and machines while doing the job. ഒരു ജോബ് ചെയ്യുമ്പോൾ ഒരു മെഷീൻ അല്ലെങ്കിൽ വർക്കേഴ്സ് മൂവ്മെന്റ്സ് അനലൈസ് ചെയ്യുന്ന സ്റ്റഡിയാണ് മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ക്യാമറാസ് യൂസ് ചെയ്യാം. മെയിൻ എയിം ഓഫ് മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത് എലിമിനേറ്റ് അൺനെസസറി മൂവ്മെന്റ്സ് ആണ്. നെക്സ്റ്റ് വൺ, ടൈം സ്റ്റഡി. ടൈം സ്റ്റഡിയിൽ പറയുന്നത് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് ടൈം ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ട് സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ, ഫറ്റീഗ് സ്റ്റഡി ആണ്. ഫറ്റീഗ് സ്റ്റഡി എന്ന് പറയുന്നത് it refers to determine the duration and frequency of rest intervals to complete a job. അതായത് ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് എത്ര റെസ്റ്റ് ഇന്റർവെൽസ് വേണം, അതിന്റെ ഡ്യൂറേഷൻ എത്രയാണെന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന സ്റ്റഡിയാണ് ഫറ്റീഗ് സ്റ്റഡി. ഫറ്റീഗ് മീൻസ് ക്ഷീണം എന്നാണ്. അതായത് ഒരു ജോലിക്കിടയിൽ ക്ഷീണം ഉണ്ടാകുമ്പോൾ എംപ്ലോയീസിന് കുറച്ച് ഇന്റർവെൽസ് ആവശ്യമായിട്ടുണ്ട്. അങ്ങനെ ഇന്റർവെൽസ് കൊടുക്കുന്നത് വർക്കേഴ്സിന്റെ എഫിഷ്യൻസി കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ടെക്നിക്കാണ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. സ്റ്റാൻഡർഡൈസേഷൻ മീൻസ് എല്ലാ ഔട്ട്പുട്ടിനും എന്ത് ചെയ്യണം, സ്പെസിഫിക് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണം. അതുപോലെ തന്നെ ടാസ്ക് എന്ത് ചെയ്യണം, സിംപ്ലിഫൈ ചെയ്യുകയും വേണം. നെക്സ്റ്റ് വൺ, ഡിഫറെന്റ് വേജസ് സിസ്റ്റം അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. പീസ് റേറ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് FW ടൈലർ ആണ്. FW ടൈലർ പീസ് റേറ്റ് സിസ്റ്റത്തിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേജ് എംപ്ലോയീസിന് പേ ചെയ്യേണ്ടത് എത്ര യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു എന്നതിന്റെ ബേസിസിലാണ്, ടൈമിന്റെ ബേസിസിലല്ല. അതായത് എത്ര ടൈം കൊണ്ട് ജോലി കംപ്ലീറ്റ് ചെയ്തു എന്നല്ല, എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു ആ യൂണിറ്റ്സിനാണ് വേജ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ആണ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ FW ടൈലർ പറഞ്ഞിരിക്കുന്നത് ഒരു ഓപ്പറേഷണൽ ആക്ടിവിറ്റിയുടെ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും കൂട്ടണം എന്നുണ്ടെങ്കിൽ ഒരു മാനേജറിന് ഡിഫറെന്റ് സ്കിൽസ് അത്യാവശ്യമാണ്. സ്കിൽസ് ലൈക്ക് ലീഡർഷിപ്പ്, ഇന്റലിജൻസ്, ടാക്ടിക്കൽ സ്കിൽസ്, നോളജ്, ജഡ്ജ്മെന്റ്, എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് സ്കിൽസ് ആവശ്യമാണ്. പക്ഷെ ഒരാൾക്ക് ഈ എല്ലാ കഴിവുകളും ഉണ്ടാകണം എന്നില്ല. അതുകൊണ്ട് തന്നെ മാനേജീരിയൽ ആക്ടിവിറ്റീസിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം എന്നാണ് ടൈലർ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ പ്ലാനിങ് എന്നും സെക്കൻഡ് വൺ പ്രൊഡക്ഷൻ എന്നും. അതായത് പ്ലാനിങ് ആക്ടിവിറ്റിയും ഡൂയിങ് ആക്ടിവിറ്റിയും. ആ ഒരു ഫംഗ്ഷൻ ഡിഫറെന്റ് ഫോർമാൻ അല്ലെങ്കിൽ ഡിഫറെന്റ് മാനേജേഴ്സിന് ഡിഫറെന്റ് ഫംഗ്ഷൻസ് അലോക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത്. FW ടൈലർ ഡെവലപ്പ് ചെയ്ത ഫങ്ഷണൽ ഫോർമാൻഷിപ്പിന്റെ ഗ്രാഫിക്കൽ ഡയഗ്രാം ആണ് സ്ക്രീനിൽ കാണുന്നത്. ഫാക്ടറി മാനേജറിന്റെ കീഴിൽ 2 മാനേജേഴ്സ് കാണും. പ്ലാനിങ് ഇൻ ചാർജും പ്രൊഡക്ഷൻ ഇൻ ചാർജും. പ്ലാനിങ് ഫംഗ്ഷനും ഡൂയിങ് ഫംഗ്ഷൻ ചെയ്യുന്ന ഡിഫറെന്റ് മാനേജേഴ്സ് കാണും. പ്ലാനിങ് ഇൻ ചാർജിന്റെ കീഴിൽ വീണ്ടും 4 ക്ലർക്ക് ഉണ്ട്. ഇൻസ്ട്രക്ഷൻ ക്ലർക്ക്, റൂട്ട് ക്ലർക്ക്, ടൈം ക്ലർക്ക്, ഡിസിപ്ലിനറിയൻ. അതേപോലെ പ്രൊഡക്ഷൻ ഇൻ ചാർജിനുള്ള സ്പീഡ് ബോസ്, ഗ്യാങ് ബോസ്, റിപ്പയർ ബോസ് ആൻഡ് ഇൻസ്പെക്ടർ. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് വർക്കേഴ്സിനെ ഇൻസ്ട്രക്ട് ചെയ്യുന്നത്.
അതാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ പറയുന്നത്. ഫാക്ടറി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദി ഓർഗനൈസേഷൻ ആണ്. അത് നന്നായിട്ട് നടക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് ഫാക്ടറി മാനേജർ ആണ്. പ്ലാനിംഗ് ഇൻ ചാർജ് മാനേജറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡിഫറെന്റ് പോളിസീസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ്, പ്രൊസീജിയേഴ്സ് തുടങ്ങിയവ ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്ലാനിംഗ് ഫംഗ്ഷനിൽ വരുന്ന ക്ലർക്കുമാരിൽ ഫസ്റ്റ് വൺ ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്. ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്കാണ് ഒരു ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. റൂട്ട് ക്ലർക്കാണ് എന്തൊക്കെ ജോലി ചെയ്യണം, അതുപോലെ ഏത് വഴി അല്ലെങ്കിൽ ഏത് സ്റ്റെപ്സ് ഉപയോഗിച്ച് പർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഉള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് റൂട്ട് ക്ലർക്ക് ചെയ്യുന്നത്. ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്കാണ് ഓരോ ടാസ്കിന്റെയും കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമും അതേപോലെ കോസ്റ്റും ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഡിസിപ്ലിനറിയന്റെ ഡ്യൂട്ടിയാണ് ഒരു ഓർഗനൈസേഷനിൽ ഡിസിപ്ലിൻ എൻഷുർ ചെയ്യുക എന്നുള്ളത്. അതായത് ഒരു ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കോഡ് ഓഫ് കണ്ടക്റ്റും ഒക്കെ വർക്കേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് ഡിസിപ്ലിനറിയൻ ആണ്. ഇത്രയുമാണ് പ്ലാനിംഗ് ഇൻ ചാർജിൽ വരുന്ന ക്ലർക്കുമാർ. പ്രൊഡക്ഷൻ ഇൻ ചാർജ്. പ്രൊഡക്ഷൻ മാനേജറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഓപ്പറേഷണൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിനെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. പ്രൊഡക്ഷൻ ആക്ടിവിറ്റിക്ക് കീഴിൽ വരുന്ന ഫസ്റ്റ് പേഴ്സൺ ആണ് സ്പീഡ് ബോസ്. സ്പീഡ് ബോസിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഓൺ ടൈമിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തോ എന്ന് ചെക്ക് ചെയ്യണം വർക്ക്മാൻ. അതേപോലെ ഗ്യാങ് ബോസിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് ഓൾ എക്യുപ്മെന്റ്സ്, ടൂൾസ്, ആക്സസറീസ് എന്നിവ ചെക്ക് ചെയ്യുകയാണ്. റിപ്പയർ ബോസിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് റിപ്പയർ ഓഫ് മെഷീൻസ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് മെഷീൻസ് ആണ്. പിന്നെ ഇൻസ്പെക്ടറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അദ്ദേഹമാണ് എല്ലാ ആക്ടിവിറ്റീസിനെയും ഇൻസ്പെക്ട് ചെയ്യേണ്ടത്. ആൻഡ് ഹീസ് ചെക്ക് വെദർ ദ ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ് ആസ് പെർ ദ സ്റ്റാൻഡേർഡ് ഓർ നോട്ട്. ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് കാണും, ഔട്ട്പുട്ട് സ്റ്റാൻഡേർഡ് കാണും എന്ന് പറഞ്ഞു, ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണോ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന സെയിം ക്വാളിറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ഇൻസ്പെക്ടറിന്റെ ഡ്യൂട്ടി. ലാസ്റ്റ് വൺ വർക്ക്മാൻ. വർക്ക്മാൻ എന്ന് പറയുന്നത് ലേബർ അല്ലെങ്കിൽ വർക്കർ ആണ് ഒരു ഓർഗനൈസേഷനിലുള്ള. അദ്ദേഹത്തിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് പെർഫോമൻസ് ആണ്. പെർഫോമിംഗ് വർക്ക് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. ഒരു വർക്കറെ സൂപ്പർവൈസ് ചെയ്യുന്നതിന് ഡിഫറെന്റ് 8 ക്ലർക്സ് ഉണ്ടായിരിക്കും എന്നാണ് ഈ ഫങ്ഷണൽ ഫോർമാൻഷിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ടെക്നിക് എന്ന് പറയുന്നത് സയന്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ആണ്. ഇതിൽ പറയുന്നത് മാനേജ്മെന്റ് ഷുഡ് ഡിസൈൻ സ്പെസിഫിക് സെലക്ഷൻ പ്രൊസീജിയർ സോ ദാറ്റ് റൈറ്റ് മെൻ ആർ സെലക്ടഡ് ഫോർ ദി റൈറ്റ് ജോബ്. അതായത് മാനേജ്മെന്റ് എപ്പോഴും ഒരു എംപ്ലോയീസിന്റെ സെലക്ഷനും ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു സയന്റിഫിക് സെലക്ഷൻ മെത്തേഡ്സ് അല്ലെങ്കിൽ സയന്റിഫിക് ട്രെയിനിങ് മെത്തേഡ്സ് ഡിസൈൻ ചെയ്തിരിക്കണം. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് മെന്നിന് റൈറ്റ് ജോബിൽ അല്ലെങ്കിൽ റൈറ്റ് പ്ലേസിൽ പ്ലേസ് ചെയ്യാൻ സാധിക്കും. ലാസ്റ്റ് ടെക്നിക്കാണ് സയന്റിഫിക് ടാസ്ക് പ്ലാനിങ്. സയന്റിഫിക് ടാസ്ക് പ്ലാനിങ് എന്ന് പറയുന്നത് എല്ലാ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നതിനും ഒരു സിസ്റ്റമാറ്റിക് മാനർ അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച് ഫോളോ ചെയ്യണം എന്നാണ് FW ടൈലർ സയന്റിഫിക് ടാസ്ക് പ്ലാനിങ് വഴി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് 6 ടെക്നിക്സ് അല്ലെങ്കിൽ എലമെന്റ്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ക്ലാസിക്കൽ പീരീഡിലെ നെക്സ്റ്റ് തിയറിയാണ് അഡ്മിനിസ്ട്രേറ്റീവ് തിയറി എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് തിയറിയുടെ ഫാദർ എന്ന് പറയുന്നത് ഹെൻറി ഫയോൾ ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് തിയറിയാണ് ഓപ്പറേഷണൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്, പ്രോസസ് മാനേജ്മെന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത്. 6 പ്രൈമറി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ് ഹെൻറി ഫയോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പ്രൈമറി ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഫോർകാസ്റ്റിംഗ്, പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, കമാൻഡിംഗ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഏതൊക്കെയാണ് പ്രൈമറി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്? ഫോർകാസ്റ്റിംഗ്, പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, കമാൻഡിംഗ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഈ ഫങ്ഷൻസ് ഡെവലപ്പ് ചെയ്തത് ഹെൻറി ഫയോൾ ആണ്. ഹെൻറി ഫയോളിന്റെ ഫേമസ് ബുക്കാണ് അഡ്മിനിസ്ട്രേഷൻ ഇൻഡസ്ട്രിയലി അറ്റ് ജനറലെ എന്ന് പറയുന്നത്. ഇത് 1960 പബ്ലിഷ് ചെയ്ത ബുക്കാണ്. ഹെൻറി ഫയോള് എപ്പോഴും ഒരു ഓർഗനൈസേഷനെ നോക്കിക്കാണുന്നത് ടോപ്പ് മാനേജ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ്. He has used the term administration instead of management. എപ്പോഴും മാനേജ്മെന്റിന് പകരം അഡ്മിനിസ്ട്രേഷൻ എന്നൊരു ടേം ആണ് ഹെൻറി ഫയോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ്? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ടോപ്പ് ലെവൽ ഡിസിഷൻ മേക്കിംഗ് ഫംഗ്ഷൻ ആണ്. അഡ്മിനിസ്ട്രേഷനിൽ ചെയ്യുന്നത് ഓൺലി ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആണ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ആണ്. അപ്പം എക്സിക്യൂഷൻ ഓഫ് ഫംഗ്ഷൻ ആണ് മാനേജ്മെന്റ് പാർട്ട് എന്ന് വരുന്നത്.
ഫസ്റ്റ് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റിലെ ഡിഫറൻസ് പറഞ്ഞത് ഒലിവർ ഷെൽഡൺ എന്ന് പറഞ്ഞൊരു ഓതറാണ്. അദ്ദേഹത്തിന്റെ ഫിലോസഫി ഓഫ് മാനേജ്മെന്റ് എന്നൊരു ബുക്ക് 1923 പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിലാണ് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും തമ്മിലുള്ള ക്ലിയർ ഡിഫറൻസ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഹെൻറി ഫയോൾ ഒരു ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷന്റെ ആക്ടിവിറ്റീസിനെ 6 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിരിക്കുന്നു. ടെക്നിക്കൽ, കൊമേഴ്സ്യൽ, ഫിനാൻഷ്യൽ, സെക്യൂരിറ്റി, അക്കൗണ്ടിങ് ആൻഡ് മാനേജീരിയൽ ആണ്. അതിൽ ടെക്നിക്കൽ പറയുന്നത് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കൊമേഴ്സ്യലിൽ പറയുന്നത് ബൈയിങ്, സെല്ലിംഗ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആണ്. ഫിനാൻഷ്യലിൽ പറയുന്നത് ക്യാപിറ്റൽ റൈസിങ്ങും അതുപോലെ തന്നെ ക്യാപിറ്റലിന്റെ ഒപ്റ്റിമം അല്ലെങ്കിൽ എഫിഷ്യന്റ് യൂട്ടിലൈസേഷനുമാണ്. സെക്യൂരിറ്റി പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് പ്രോപ്പർട്ടി ആൻഡ് പേഴ്സൺ ആണ്. അക്കൗണ്ടിങ്ങിൽ സ്റ്റാറ്റിസ്റ്റിക്സും ഇൻക്ലൂഡഡ് ആണ്. ലാസ്റ്റ് വൺ മാനേജീരിയലിൽ മാനേജ്മെന്റ് ഡിഫറെന്റ് ഫങ്ഷൻസ് ആണ് പറയുന്നത്. ലൈക്ക് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, കമാൻഡ്, കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ. Fayol has divided his approach of studying management into 3 parts. First one is managerial qualities and training. Second one is general principles of management. Third one is elements of management. First one is managerial qualities and training. Managerial qualities and training il പറയുന്നത് ഒരു മാനേജറിന് അത്യാവശ്യം 6 ക്വാളിറ്റീസ് വേണം എന്നാണ്. ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ, മെന്റൽ, മോറൽ, എഡ്യൂക്കേഷണൽ, ടെക്നിക്കൽ ആൻഡ് എക്സ്പീരിയൻസ് ക്വാളിറ്റീസ്. സെക്കൻഡ് വൺ ജനറൽ പ്രിൻസിപ്പിൾസ്. 14 പ്രിൻസിപ്പിൾസ് ഉണ്ട് മാനേജ്മെന്റിന്റെ. ഈ 16 പ്രിൻസിപ്പിൾസിനെ ഹെൻറി ഫയോൾസ് 14 പ്രിൻസിപ്പിൾസ് എന്നാണ് പറയുന്നത്. തേർഡ് വൺ എലമെന്റ്സ്. എലമെന്റ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്. ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ ഫസ്റ്റ് വൺ ഡിവിഷൻ ഓഫ് വർക്ക് ആണ്. ഡിവിഷൻ ഓഫ് വർക്ക് പറയുന്നത് ടോട്ടൽ വർക്ക് ഓഫ് ആൻ ഓർഗനൈസേഷനെ ഡിഫറെന്റ് യൂണിറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ഡിഫറെന്റ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് ഈച്ച് പാർട്ട് ഈച്ച് എംപ്ലോയീസിന് അല്ലെങ്കിൽ ഈച്ച് പേഴ്സൺസിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് ഉള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എംപ്ലോയീസിന്റെയും എഫിഷ്യൻസി കൂട്ടാൻ സാധിക്കും. സെക്കൻഡ് വൺ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി എന്ന് പറഞ്ഞാൽ റൈറ്റ് ഓഫ് സുപ്പീരിയർ ആണ് ടു ഗിവ് ഓർഡേഴ്സ് ടു സബോർഡിനേറ്റ്സ്. സബോർഡിനേറ്റ് ഓർഡർ കൊടുക്കാനുള്ള അതോറിറ്റിയുടെ സുപ്പീരിയറിന്റെ റൈറ്റ്സിനെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ഒബ്ലിഗേഷൻ ഓഫ് എംപ്ലോയി അല്ലെങ്കിൽ സബോർഡിനേറ്റിന്റെ ഒബ്ലിഗേഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ഒബ്ലിഗേഷൻ? ടു പെർഫോം പർട്ടിക്കുലർ ഡ്യൂട്ടി. അതിനെയാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ബാലൻസ്ഡ് ആയി പോയിട്ടേ കാര്യമുള്ളൂ. എങ്കിൽ മാത്രമേ ഒരു ഓർഗനൈസേഷനിൽ എൻഡ് റിസൾട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. തേർഡ് വൺ ഡിസിപ്ലിൻ ആണ്. ഡിസിപ്ലിനിൽ പറയുന്നതെന്ന് വെച്ചാൽ സബോർഡിനേറ്റ് അവരുടെ സുപ്പീരിയേഴ്സിന്റെ ഓർഡേഴ്സിനെ ഒബേ ചെയ്യണം. ഒരു ഓർഗനൈസേഷനിലെ ഓരോ വർക്കും സുപ്പീരിയേഴ്സിന്റെ ഓർഡർ പ്രകാരം കൺട്രോൾഡ് ആൻഡ് ഓർഡർലി മാനറിൽ ചെയ്യണമെന്നാണ് ഡിസിപ്ലിൻ എന്ന പ്രിൻസിപ്പിളിൽ പറയുന്നത്. യൂണിറ്റ് ഓഫ് കമാൻഡിൽ പറയുന്നത് സബോർഡിനേറ്റ് ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം വൺ സുപ്പീരിയർ ഓൺലി അറ്റ് എ ടൈം. അതായത് ഒരു ടൈം ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ സബോർഡിനേറ്റ് ഓർഡേഴ്സ് റിസീവ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് കൺഫ്യൂഷൻ ആവും. അപ്പം കൺഫ്യൂഷൻ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് യൂണിറ്റി ഓഫ് കമാൻഡിനുള്ളത്. നെക്സ്റ്റ് വൺ യൂണിറ്റി ഓഫ് ഡിറക്ഷൻ. യൂണിറ്റി ഓഫ് ഡിറക്ഷൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഒബ്ജക്റ്റീവ് ഉള്ള ഒരു കൂട്ടം ആക്ടിവിറ്റികൾക്ക് ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു ഹെഡ് മാത്രമേ പാടുള്ളൂ. അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ് പറയുന്നത്. അതായത് യൂണിറ്റി ഓഫ് കമാൻഡ് ഇംപ്ലൈസ് ദാറ്റ് there should be one head and one plan for a group of activity having the same objective. Next one, subordination of individual interest to general interest. ഈ പ്രിൻസിപ്പിൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഓർഗനൈസേഷന്റെ ഇൻട്രസ്റ്റിനായിരിക്കും ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ടത്. ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനെ കാട്ടിയും ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള ഇൻട്രസ്റ്റിനായിരിക്കണം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ടു ജനറൽ ഇൻട്രസ്റ്റിനകത്ത് പറയുന്നത്. റെമ്യൂണറേഷൻ പ്രിൻസിപ്പിളിൽ പറയുന്നത് മാനേജ്മെന്റ് എപ്പോഴും എംപ്ലോയീസിന് ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ വേജസ് പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് വൺ സെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ മീൻസ് കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി ആണ്. കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി അറ്റ് ദി ടോപ്പ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ടോപ്പ് ലെവലിലായിരിക്കണം അതോറിറ്റി. എപ്പോഴും ടോപ്പ് മാനേജ്മെന്റിനായിരിക്കും അതോറിറ്റി ഉള്ളത്.
നെക്സ്റ്റ് വൺ സ്കാലാർ ചെയിൻ ആണ്. സ്കാലാർ ചെയിൻ എന്ന് പറഞ്ഞാൽ ചെയിൻ ഓഫ് അതോറിറ്റി അല്ലെങ്കിൽ ചെയിൻ ഓഫ് കമാൻഡ് എന്ന് പറയാം. ഇതൊരു സുപ്പീരിയേഴ്സിന്റെ ഒരു ചെയിൻ ആണ് ഫ്രം ദി ഹയസ്റ്റ് ടു ദി ലോവസ്റ്റ് റാങ്ക്. ഇവിടെ ഒരു ഡയഗ്രാം ഉണ്ട്. ആ ഡയഗ്രാമിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഡിഫറെന്റ് മാനേജേഴ്സ് ഉണ്ട്. ഡിഫറെന്റ് മാനേജേഴ്സ് തമ്മിൽ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഡി എന്ന മാനേജർ സി എന്ന മാനേജറിനോട് സംസാരിക്കുന്നു, സി എന്ന മാനേജറിന് ബി എന്ന മാനേജറിനോട് സംസാരിക്കുന്നു. അതായത് ഇപ്പോൾ ഡിക്ക് എന്തെങ്കിലും എയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ സി വഴി അല്ലെങ്കിൽ ബി വഴി, അതായത് ലൈൻ ഓഫ് സുപ്പീരിയർ വഴി മാത്രമേ അല്ലെങ്കിൽ ലൈൻ ഓഫ് അതോറിറ്റി വഴി മാത്രമേ പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡി എന്ന മാനേജറിന് ജി എന്ന മാനേജറിനോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അതായത് ഇവിടെ ലൈൻ ഓഫ് അതുപോലെ ചെയിൻ ഓഫ് അതോറിറ്റി കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചെയിൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടിയിട്ട് ഹെൻറി ഫയോള് ഒരു ഗാങ് പ്ലാങ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെമ്പററി അറേഞ്ച്മെന്റ്സ് ഉണ്ട്. അതായത് ദ ഗാങ് പ്ലാങ് എന്ന് പറയുന്നത് ടെമ്പററി അറേഞ്ച്മെന്റ് ബിറ്റ്വീൻ ടു ഡിഫറെന്റ് പോയിന്റ്സ് ഓഫ് ഫെസിലിറ്റേറ്റ് ക്വിക്ക് ആൻഡ് ഈസി കമ്മ്യൂണിക്കേഷൻ. ഈസി കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള ഒരു ഷോർട്ട് കട്ട് ആണ് ഗാങ് പ്ലാങ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഡിക്കും ജിയോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയും സമയം എടുക്കില്ല, നേരിട്ട് തന്നെ ഡിക്ക് ജിയോട് സംസാരിക്കാം. ആ ഒരു ഷോർട്ട് കട്ടിനെയാണ് ഗാങ് പ്ലാങ് എന്ന് ഹെൻറി ഫയോള് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓർഡർ ആണ്. ഓർഡർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ആയാലും മെറ്റീരിയൽസ് ആയാലും അറേഞ്ച് ചെയ്യുന്ന രീതിയാണ് ഓർഡർ എന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിരിക്കണം. ഇക്വിറ്റി എന്ന് പറയുന്നത് പാർഷ്യാലിറ്റി പാടില്ല, എംപ്ലോയീസിനെ എല്ലാവരെയും ഈക്വലി തന്നെ ട്രീറ്റ് ചെയ്യണം. നെക്സ്റ്റ് വൺ സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ, അതായത് എംപ്ലോയി ഷുഡ് ബി സെലക്ടഡ് ഓഫ് ദി പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് എംപ്ലോയ്മെന്റ്. അതായത് ഒരു എംപ്ലോയിയെ എടുത്തതിന് ശേഷം പെട്ടെന്ന് അയാളെ ടെർമിനേറ്റ് ചെയ്യാൻ പാടില്ല. അതിനു പകരം അയാൾക്ക് നല്ല ട്രെയിനിങ്സും സ്കില്ലും ഡെവലപ്പ് ചെയ്തിട്ട് അതുവഴി ടെർമിനേഷൻ ഓഫ് എംപ്ലോയീസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീക്വന്റ് ടെർമിനേഷന് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ ഇനിഷ്യേറ്റീവ്, അതായത് വിത്തിൻ ദ ലിമിറ്റ് ഓഫ് അതോറിറ്റി ദ മാനേജർ ഷുഡ് എൻകറേജ് ദ എംപ്ലോയീസ് ടു ടേക്ക് ഇനിഷ്യേറ്റീവ്സ്. എംപ്ലോയീസിനെ ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ട് മാനേജേഴ്സ് എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യണം എന്നാണ് ഇനിഷ്യേറ്റീവിൽ പറഞ്ഞിരിക്കുന്നത്. ഇനിഷ്യേറ്റീവ് എംപ്ലോയീസ് എടുക്കുന്ന സമയത്ത് അത് എപ്പോഴും എന്തായിരിക്കും, തിങ്കിങ് ഔട്ട് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് എ പ്ലാൻ ആയിരിക്കും. അപ്പം എപ്പോഴും മാനേജേഴ്സ് എംപ്ലോയീസിന് ഇനിഷ്യേറ്റീവ്സ് എടുക്കാൻ എൻകറേജ് ചെയ്യണം എന്നാണ് പറയുന്നത്. എസ്പിരിറ്റ് ഡീക്രോപ്സിൽ പറയുന്നത് യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്നാണ് ആ വേർഡിന്റെ മീനിങ്. അതായത് ഒറ്റയ്ക്ക് ചെയ്യാതെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടീം വർക്കിലൂടെ പെട്ടെന്ന് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ പറ്റും എന്നാണ് എസ്പിരിറ്റ് ഡീക്രോപ്സിൽ പറയുന്നത്. യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ക്ലാസിക്കൽ പീരിയഡിലെ അടുത്ത തിയറിയാണ് ബ്യൂറോക്രസി തിയറി എന്ന് പറയുന്നത്. ഡെവലപ്പ് ചെയ്തത് ജർമ്മൻ സോഷ്യലിസ്റ്റ് ആയ മാക്സ് വെബർ ആണ്. ബ്യൂറോക്രസി തിയറിയിൽ മാക്സ് വെബർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷന് സ്ട്രക്ചറൽ ഹയറാർക്കി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഒരു ക്ലിയർ കട്ട് റൂൾസ് ഓഫ് ഗവേണൻസ് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷനും ഉണ്ടായിരിക്കണം എന്നാണ് ബ്യൂറോക്രസി തിയറിയിൽ പറയുന്നത്. മാക്സ് വെബറിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ബ്യൂറോക്രസി സിസ്റ്റം, ഫസ്റ്റ് വൺ ക്ലിയർ ഡിവിഷൻ ഓഫ് ലേബർ. ഡിവിഷൻ ഓഫ് ലേബർ എന്തായിരിക്കണം, എഫക്റ്റീവ് ആയിട്ട് ചെയ്യണം എന്നാ പറയുന്നത്. അതായത് നേരത്തെ നമ്മൾ ഹെൻറി ഫയോളിന്റെ പ്രിൻസിപ്പിൾ പറഞ്ഞ പോലെ തന്നെ ഡിവിഷൻ ഓഫ് ലേബർ ബ്യൂറോക്രസിയിലും ഒരു പ്രിൻസിപ്പിൾ ആണ്. സെക്കൻഡ് വൺ ഹൈറാർക്കിക്കൽ ചെയിൻ ഓഫ് കമാൻഡ്, ഒരു ബെറ്റർ ഹൈറാർക്കിക്കൽ അല്ലെങ്കിൽ സ്ട്രക്ചറൽ ചെയിൻ ഓഫ് കമാൻഡ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ചെയിൻ ഓഫ് അതോറിറ്റി ഉണ്ടായിരിക്കണം. തേർഡ് വൺ സെപ്പറേഷൻ ബിറ്റ്വീൻ പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷണൽ അസറ്റ് ഓഫ് ദി ഓണർ. ഓണറിന്റെ ഓർഗനൈസേഷണൽ അസറ്റ് അല്ലെങ്കിൽ പേഴ്സണൽ അസറ്റ് എന്നാണ് ഡിഫറെന്റ് ആയിട്ട് കാണണം, ഒരുമിച്ച് കാണാൻ പാടില്ല. പേഴ്സണൽ അസറ്റ് വേറെ, ഓർഗനൈസേഷണൽ അസറ്റ് വേറെയാണ്. നെക്സ്റ്റ് വൺ മെറ്റിക്കുലസ് റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ, അതായത് ഡോക്യുമെന്റേഷനും റെക്കോർഡ് കീപ്പിംഗും ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ ഒരു ഓർഗനൈസേഷനിൽ ചെയ്യണം. നെക്സ്റ്റ് സ്ട്രിക്റ്റ് ആൻഡ് കൺസിസ്റ്റന്റ് റെഗുലേഷൻസ് ആൻഡ് റൂൾസ്. സ്ട്രിക്റ്റ് അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയ റെഗുലേഷൻസും റൂൾസും ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കണം. ലാസ്റ്റ് വൺ ദ സെലക്ഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് എംപ്ലോയീസ് ബേസ്ഡ് ഓൺ ദി ക്വാളിഫിക്കേഷൻ ആൻഡ് നോട്ട് പേഴ്സണൽ റിലേഷൻഷിപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ്. അതായത് എംപ്ലോയീസിന് സെലക്ട് ചെയ്യേണ്ടത് അവരുടെ ക്വാളിഫിക്കേഷന്റെ ബേസിലായിരിക്കണം, അല്ലാതെ പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ ബേസിലാകാൻ പാടില്ല എന്നാണ് മാക്സ് വെബറിന്റെ ബ്യൂറോക്രസി തിയറിയിൽ പറയുന്നത്. നെക്സ്റ്റ് പീരിയഡ് ആണ് നിയോ ക്ലാസിക്കൽ പീരിയഡ് എന്ന് പറയുന്നത്.
ആ പീരിയഡിൽ ഡെവലപ്പ് ചെയ്ത തിയറീസിനെയാണ് നിയോ ക്ലാസിക്കൽ തിയറീസ് എന്ന് പറയുന്നത്. 1930 മുതൽ 1950 വരെയുള്ള പീരീഡ് ആണ് നിയോ ക്ലാസിക്കൽ പീരീഡ്. നിയോ ക്ലാസിക്കൽ പീരീഡ് ബിൽഡ് ചെയ്തിരിക്കുന്നത് ക്ലാസിക്കൽ തിയറിയുടെ ബേസിസിലാണ്. അതായത് ക്ലാസിക്കൽ തിയറീസിൽ മോഡിഫിക്കേഷനും ഇംപ്രൂവ്മെന്റ്സും വരുത്തിയാണ് നിയോ ക്ലാസിക്കൽ തിയറീസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നിയോ ക്ലാസിക്കൽ തിയറീസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഹ്യൂമൻ എലമെന്റിലാണ്. അതുപോലെ തന്നെ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ ഗ്രൂപ്പ് റിലേഷൻഷിപ്പിനും നിയോ ക്ലാസിക്കൽ തിയറീസ് കൂടുതലായി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ക്ലാസിക്കൽ തിയറി ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ജോബ് കണ്ടന്റിനെ അല്ലെങ്കിൽ ഫിസിക്കൽ റിസോഴ്സസിനെയാണ്. മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് എൽട്ടൺ മയോ ആൻഡ് മേരി പാർക്കർ ഫോളറ്റ് ആണ്. അതിൽ നിയോ ക്ലാസിക്കൽ അപ്രോച്ചിനെ നമ്മൾ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് തിയറീസിനെ: ഹാർട്ട്റോൺ എക്സ്പെരിമെന്റ്, ഹ്യൂമൻ റിലേഷൻ മൂവ്മെന്റ് ആൻഡ് ബിഹേവിയറൽ അപ്രോച്ച്. ഹാർട്ട്റോൺ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് എൽട്ടൺ മയോയും അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സും കൂടെ നടത്തിയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. നിയോ ക്ലാസിക്കൽ പീരിയഡിൽ നടത്തിയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റിനെയാണ് ഹാർട്ട്റോൺ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അത് കണ്ടക്ട് ചെയ്തത് വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനി, ചിക്കാഗോയിലുള്ള വെസ്റ്റേൺ ഇലക്ട്രിക്കൽ കമ്പനിയിൽ 1927നും 1932നും ഇടയ്ക്കാണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഈ എക്സ്പെരിമെന്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത് കൂടുതലായും ഇൻഫോർമൽ ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ ഇൻഫോർമൽ റിലേഷൻഷിപ്പ്, പാറ്റേൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ, പാറ്റേൺ ഓഫ് ഇൻഫോർമൽ ലീഡർഷിപ്പ്, ഇതിനെക്കുറിച്ചാണ് ഹാർട്ട്റോൺ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹാർട്ട്റോൺ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത് ആരാണ്? എൽട്ടൺ മയോയാണ് ഹാർട്ട്റോൺ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത്. ഹാർട്ട്റോൺ എക്സ്പെരിമെന്റിന്റെ ഫൈൻഡിങ്സ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി ഓഫ് എംപ്ലോയീസ് ഡിപ്പെൻഡ്സ് heavily upon the satisfaction of the employees in their work situation. അതായത് ഹാർട്ട്റോൺ എക്സ്പെരിമെന്റിന്റെ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫിസിക്കൽ കണ്ടീഷൻസോ അല്ലെങ്കിൽ എൻവയോൺമെന്റോ അല്ലെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റ്സോ ഇൻക്രീസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തിട്ട് കാര്യമില്ല. അവരുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അവരുടെ നീഡ്സും കൂടെ കൺസിഡർ ചെയ്താൽ എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഹാർട്ട്റോൺ എക്സ്പെരിമെന്റിൽ എൽട്ടൺ മയോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹ്യൂമൻ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ നീഡ്സിനും സാറ്റിസ്ഫാക്ഷനുമാണ്. ഹാർട്ട്റോൺ എക്സ്പെരിമെന്റിന് ശേഷം എൽട്ടൺ മയോ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു നിയോ ക്ലാസിക്കൽ തിയറിയാണ് ഹ്യൂമൻ റിലേഷൻ തിയറി എന്ന് പറയുന്നത്. ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിനെ സോഷ്യൽ സൈക്കോളജിക്കൽ അപ്രോച്ച് എന്നും പറയും. ഇവിടെ ഒരു ഓർഗനൈസേഷനെ സോഷ്യൽ സിസ്റ്റം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് നോംസ്, ഗ്രൂപ്പിന്റെ നിയമങ്ങൾക്ക് അല്ലെങ്കിൽ ഇൻഫോർമൽ ഗ്രൂപ്പ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഹ്യൂമൻ റിലേഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിലേഷൻ തിയറീസിൽ നൽകുന്നുണ്ട്. ഇവിടെ വർക്കേഴ്സിന്റെ ഔട്ട്പുട്ടിനെ അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റിയെ സ്വാധീനിക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നത് സാറ്റിസ്ഫാക്ഷൻ ആണ്, അല്ലെങ്കിൽ അവരുടെ നീഡ് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സിന് ലെസ് ഇമ്പോർട്ടൻസ് മാത്രം ഉള്ളൂ എന്നാണ് എൽട്ടൺ മയോ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ബിഹേവിയറൽ അപ്രോച്ച് ആണ്. ബിഹേവിയറൽ അപ്രോച്ച് അല്ലെങ്കിൽ ബിഹേവിയറൽ സയൻസ് അപ്രോച്ച്. ബിഹേവിയറൽ സയൻസ് അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ബിഹേവിയറൽ സയൻസ് എന്ന ഡിസിപ്ലിനിൽ നിന്നിട്ടാണ്. ഇവിടെ ഹ്യൂമൻ ബിഹേവിയേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഹ്യൂമൻ ബീയിങ്സിന്റെ ഡെവലപ്മെന്റ്സ് ആണ്. ആ ഹ്യൂമൻ ബീയിങ്സിന് ഡെവലപ്മെന്റ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഓർഗനൈസേഷനെയും അവരെ ഇൻഡിവിജ്വലിയും സ്വാധീനിക്കുമെന്നാണ് ബിഹേവിയറൽ അപ്രോച്ചിൽ പറഞ്ഞിരിക്കുന്നത്. ഹ്യൂമൻ ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന ഡിഫറെന്റ് ഫാക്ടേഴ്സ് ആണ് മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് ഡൈനാമിക്സ്, ജോബ് റീഡിസൈൻ, ഓർഗനൈസേഷണൽ ചേഞ്ചസ് ആൻഡ് ഡെവലപ്മെന്റ്, ഇമ്പാക്ട് ഓഫ് ടെക്നോളജി ഓൺ ജോബ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മൾട്ടിപ്പിൾ കോൺസെപ്റ്റ്സ് ഹ്യൂമൻ ബിഹേവിയേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇത്രയുമാണ് നിയോ ക്ലാസിക്കൽ തിയറീസിൽ വരുന്ന അപ്രോച്ചസ് എന്ന് പറയുന്നത്. നിയോ ക്ലാസിക്കൽ പീരിയഡിൽ ഒരു സ്കൂളാണ് സോഷ്യൽ സിസ്റ്റം സ്കൂൾ എന്ന് പറയുന്നത്. ചെസ്റ്റർ ബെർണാഡ് ആണ് ഫാദർ ഓഫ് സോഷ്യൽ സിസ്റ്റം സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് സ്കൂൾ ഓഫ് തോട്ട്, an organization is a social system consisting of various groups of people. സോഷ്യൽ സിസ്റ്റം സ്കൂൾ വഴി ചെസ്റ്റർ ബെർണാഡ് പറയുന്നത് ഇൻഫോർമൽ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഇൻഫോർമൽ റിലേഷൻഷിപ്പിനും ഒരു ഓർഗനൈസേഷനിൽ ഇമ്പോർട്ടന്റ് റോൾ ഉണ്ടെന്നാണ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ രണ്ട് ടൈപ്പിലുള്ള ഗ്രൂപ്പ്സ് ഉണ്ട്. ഫോർമൽ ഗ്രൂപ്പ്സും ഉണ്ട്, ഇൻഫോർമൽ ഗ്രൂപ്പ്സും ഉണ്ട്. ഫോർമൽ ഗ്രൂപ്പ്സ് ഫോം ചെയ്യുന്നത് എന്തിനാണ്? ഒരു ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും. ഇൻഫോർമൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്
ഒഫീഷ്യൽ മാറ്റേഴ്സിനല്ലാതെ ഫോം ചെയ്യുന്ന ഒരു ഗ്യാങ് അല്ലെങ്കിൽ ഗ്രൂപ്പിനെയാണ് ഇൻഫോർമൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇൻഫോർമൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഇൻഫോർമൽ ഗ്രൂപ്പ്സിന് എക്സാമ്പിൾ ആണ്. ഈ സോഷ്യൽ സിസ്റ്റം സ്കൂൾ പ്രകാരം മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ മാനേജറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഹാർമണൈസിങ് ആൻഡ് ഇന്റഗ്രേറ്റിംഗ് ദി ഓർഗനൈസേഷണൽ ഗോൾസ് ആൻഡ് ഗ്രൂപ്പ് ഗോൾസ് ആണ്. ഓർഗനൈസേഷന്റെ ഗോൾസിനെയും അതേപോലെ തന്നെ ഗ്രൂപ്പ് ഗോൾസ്, അത് ഫോർമൽ ആകാം ഇൻഫോർമൽ ആകാം, ആ ഗ്രൂപ്പ്സിന്റെ ഗോൾസിനെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് മാനേജ്മെന്റ് ഡ്യൂട്ടി എന്നാണ് സോഷ്യൽ സിസ്റ്റം സ്കൂളിൽ പറയുന്നത്. സെക്കൻഡ് നിയോ ക്ലാസിക്കൽ പീരീഡിലുള്ള വേറൊരു സ്കൂളാണ് ഡിസിഷൻ തിയറി സ്കൂൾ എന്ന് പറയുന്നത്. ഈ സ്കൂൾ പ്രകാരം മാനേജറിനെ ഒരു ഡിസിഷൻ മേക്കർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മാനേജ്മെന്റിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആയിട്ട് പറയുന്നു. അക്കോർഡിംഗ് ടു പീറ്റർ ഓഫ് ട്രക്കർ, വാട്ട് എവർ മാനേജർ ഡസ് ത്രൂ മേക്കിംഗ് ഡിസിഷൻ. അത് മാനേജർ എന്ത് ചെയ്താലും അത് എന്ത് വഴിയായിരിക്കും ചെയ്യുന്നത്? ഡിസിഷൻ വഴിയായിരിക്കും ചെയ്യുന്നത് എന്നാണ് പീറ്റർ ഓഫ് ട്രക്കർ പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് തിയറി, the success of a manager is judged by his ability to take the right decision at the right time. അതായത് ഈ സ്കൂൾ പ്രകാരം ഒരു മാനേജറിന്റെ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് എബിലിറ്റി എന്ന് പറയുന്നത് ഡിസിഷൻ, റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ റൈറ്റ് ടൈമിൽ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ആണ്. ആ പ്രോസസ്സിൽ ആദ്യം മാനേജർ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യണം. എന്ത് ഡിസിഷൻ ആണോ എടുക്കുന്നത് അതിനുള്ള പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യണം. അതിനുശേഷം ഡിഫറെന്റ് ഓൾട്ടർനേറ്റീവ്സ് ഐഡന്റിഫൈ ചെയ്യണം. ഓൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ സൊല്യൂഷൻസ്, ആ സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ്സിനെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്നിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്ത് റൈറ്റ് ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യുന്നതിനെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നിയോ ക്ലാസിക്കൽ പീരീഡിൽ വരുന്ന ഡിഫറെന്റ് തിയറീസും സ്കൂൾസും. മോഡേൺ മാനേജ്മെന്റ് തിയറീസ്. മോഡേൺ മാനേജ്മെന്റ് തിയറീസ് 1950 ശേഷം ഡിറൈവ് ചെയ്തിട്ടുള്ള തിയറീസിനെയാണ് മോഡേൺ മാനേജ്മെന്റ് തിയറീസ് എന്ന് പറയുന്നത്. ഇവിടെ ഓർഗനൈസേഷനെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു അഡാപ്റ്റീവ് സിസ്റ്റം ആയിട്ടാണ്. എൻവയോൺമെന്റിൽ എന്ത് ചേഞ്ചസ് ഉണ്ടായാലും അതിനനുസരിച്ച് ഓർഗനൈസേഷനെ ചേഞ്ച് ചെയ്യാൻ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് മോഡേൺ തിയറീസിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് സിസ്റ്റം തിയറി അല്ലെങ്കിൽ സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്നത്. ഇവിടെ ഓർഗനൈസേഷൻ ഒരു അഡാപ്റ്റീവ് സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അഡാപ്റ്റീവ് സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? എൻവയോൺമെന്റ് ഉണ്ടാകുന്ന ചേഞ്ചസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡാപ്റ്റീവ് സിസ്റ്റം ആയിട്ടാണ് സിസ്റ്റം അപ്രോച്ചിനകത്ത് ഓർഗനൈസേഷനെ കൺസിഡർ ചെയ്യുന്നത്. സിസ്റ്റം എന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ്, വിച്ച് മീൻസ് ബ്രിങ് ടുഗദർ അല്ലെങ്കിൽ കമ്പൈൻ, ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് സിസ്റ്റം എന്ന വേർഡിന്റെ മീനിങ് പറയുന്നത്. According to this theory, organization is a dynamic and interrelated set of parts. അതായത് ഡൈനാമിക് ആയിട്ടുള്ള ഇന്റർറിലേറ്റഡ് ആയിട്ടുള്ള സെറ്റ് ഓഫ് പാർട്സ് ചേർന്നതാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സിസ്റ്റം അപ്രോച്ചിൽ. ഈ പാർട്സിനെയാണ് ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ സബ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷന്റെ ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ സബ് സിസ്റ്റത്തെയാണ് ഡിഫറെന്റ് പാർട്സ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. Here, organization is treated as an open system consisting upon interdependent and interacting subsystem. ഇവിടെ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പൺ സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ആ ഓപ്പൺ സിസ്റ്റം എൻവയോൺമെന്റിൽ എന്ത് ചേഞ്ച് ഉണ്ടായാലും ആ ചേഞ്ചിനനുസരിച്ച് ഓർഗനൈസേഷന്റെ ഗോൾസും റൂൾസും കോഡ് ഓഫ് കണ്ടക്ട്സും ഒക്കെ എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള ഓപ്പൺ സിസ്റ്റം ആണ് ഓർഗനൈസേഷനും സിസ്റ്റം അപ്രോച്ചിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ തിയറിയാണ് കണ്ടിജന്റ് തിയറി ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇത് സിസ്റ്റം അപ്രോച്ചിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. ഇതിനെ സിറ്റുവേഷണൽ അപ്രോച്ച് എന്നും അറിയപ്പെടും. അക്കോർഡിംഗ് ടു ദിസ് തിയറി, മാനേജ്മെന്റ് പ്രോബ്ലംസ് ആർ ഡിഫറെന്റ് അണ്ടർ ഡിഫറെന്റ് സിറ്റുവേഷൻ. മാനേജ്മെന്റ് പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് സിറ്റുവേഷനിൽ ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ബെസ്റ്റ് വേ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ഇല്ല. എല്ലാ സിറ്റുവേഷനിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഡിഫറെന്റ് സിറ്റുവേഷൻ ഡിമാൻഡ് ഡിഫറെന്റ് സൊല്യൂഷൻസ് ആണ്. അതായത് ഡിഫറെന്റ് സിറ്റുവേഷനിൽ നമുക്ക് ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള സൊല്യൂഷൻ മാത്രമേ സ്വീകരിക്കാൻ ഒരു ഓർഗനൈസേഷന് കഴിയത്തുള്ളൂ എന്നാണ് കണ്ടിജന്റ് തിയറിയിൽ പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ദ പാറ്റേൺ ഓഫ് മാനേജ്മെന്റ് ഈസ് കണ്ടിജന്റ് ഓൺ ദി സിറ്റുവേഷൻ. കണ്ടിജന്റ് മീൻസ് ഡിപ്പെൻഡന്റ്. സിറ്റുവേഷന് ഡിപ്പെൻഡ് ചെയ്താണ് പാറ്റേൺ ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സൊല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് നിലനിൽക്കുന്നത് എന്നാണ് കണ്ടിജന്റ് തിയറി ഓഫ് മാനേജ്മെന്റിൽ പറയുന്നത്. ഇതാണ് സെക്കൻഡ് തിയറി, മോഡേൺ തിയറി ഓഫ് മാനേജ്മെന്റ്. നെക്സ്റ്റ് മോഡേൺ മാനേജ്മെന്റ് തിയറി ആണ് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിനെ മാനേജ്മെന്റ് സയൻസ് അപ്രോച്ച് അഥവാ മാത്തമാറ്റിക്കൽ അപ്രോച്ച്, ഡിസിഷൻ തിയറി അപ്രോച്ച് അല്ലെങ്കിൽ ഓപ്പറേഷണൽ റിസർച്ച് എന്ന് പറയുന്നു.
ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിൽ പറയുന്നത് മാനേജറിയൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്തമാറ്റിക്കൽ ടൂൾസോ ടെക്നിക്സ് യൂസ് ചെയ്താൽ അതിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് തിയറി എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഡിഫറെന്റ് മാത്തമാറ്റിക്കൽ ടൂൾസ് ആണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് അഥവാ CPM, ലീനിയർ പ്രോഗ്രാമിംഗ്, പെർട്ട്, ഗെയിം തിയറി, ക്യൂയിങ് തിയറി, ബ്രേക്ക് ഇവൻ അനാലിസിസ് തുടങ്ങിയവ. ലാസ്റ്റ് മോഡേൺ തിയറി ഓഫ് മാനേജ്മെന്റ് ആണ് എംപിരിക്കൽ തിയറി. എംപിരിക്കൽ തിയറി ഡെവലപ്പ് ചെയ്തത് ഏണസ്റ്റ് ഡെയിൽ ആണ്. അക്കോർഡിംഗ് ടു ദിസ് തിയറി, മാനേജ്മെന്റ് സ്റ്റഡി ദ എക്സ്പീരിയൻസ് ഓഫ് ദി മാനേജേഴ്സ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റ് മാനേജേഴ്സിന്റെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള മാനേജേഴ്സിന്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് പഠിക്കുന്നു. അതാണ് എംപിരിക്കൽ സ്റ്റഡിയിൽ ചെയ്യുന്നത്. അങ്ങനെ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പാസ്റ്റ് എക്സ്പീരിയൻസ് പഠിച്ചിട്ട് പുതിയ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിനുള്ള പോളിസീസ് ഫോം ചെയ്യുന്നു. അതിനെയാണ് എംപിരിക്കൽ തിയറി എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മെത്തേഡാണ് കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എംപിരിക്കൽ തിയറിയെ കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നു. എംപിരിക്കൽ തിയറിയിൽ പറയുന്നത് എക്സ്പീരിയൻസ് ഓഫ് ദി മാനേജർ ഇൻ ദ പാസ്റ്റ് ഈസ് കൺസിഡർഡ് ഫോർ ദി പോളിസി മേക്കിംഗ് ഓർ ഡിസിഷൻ മേക്കിംഗ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഇത്രയുമാണ് മോഡേൺ തിയറീസ് ഓഫ് മാനേജ്മെന്റ്. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിഫറെന്റ് മാനേജ്മെന്റ് കോൺസെപ്റ്റ്സും ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റും ആണ്. ഫസ്റ്റ് നമ്മൾ മാനേജ്മെന്റ് എന്താണെന്ന് നോക്കി, മാനേജ്മെന്റ് മീനിങ്, ഡെഫിനിഷൻ, ഫീച്ചേഴ്സ് നോക്കി, കോൺസെപ്റ്റ്സ് നോക്കി, മിൻസ്ബർഗ് ഡെവലപ്പ് ചെയ്ത 10 റോൾസ് ഓഫ് മാനേജർ നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നത് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റിലേക്കാണ്. ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റിൽ 4 ഇവല്യൂഷൻ പറഞ്ഞു. പ്രീ സയന്റിഫിക് മാനേജ്മെന്റ് പീരീഡ്, അത് 1880 മുന്നേ ഉള്ള പീരീഡും, പിന്നെ ക്ലാസിക്കൽ തിയറി പറഞ്ഞു. ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത് 1880 മുതൽ 1930 വരെയുള്ള പീരീഡ്. ക്ലാസിക്കൽ തിയറിയിൽ വരുന്ന 3 സ്കൂൾസ് ആണ് സയന്റിഫിക് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ മാനേജ്മെന്റ്, ബ്യൂറോക്രാറ്റിക്. സയന്റിഫിക് മാനേജ്മെന്റ് FW ടൈലറിൻ്റെത്, അഡ്മിനിസ്ട്രേറ്റീവ് ഹെൻറി ഫയോൾ, ബ്യൂറോക്രാറ്റിക് മാക്സ് വെബർ. ന്യൂ ക്ലാസിക്കൽ തിയറി അല്ലെങ്കിൽ ബിഹേവിയറൽ അപ്രോച്ച് ആണ് നമ്മൾ മൂന്നാമത് പറഞ്ഞത്. അതിന് 1930 മുതൽ 1950 വരെയുള്ള പീരീഡ് ആണ്. അതിലാണ് ഹ്യൂമൻ റിലേഷൻസ് തിയറി വരുന്നത്, ഹ്യൂമൻ ബിഹേവിയർ തിയറി വരുന്നത്, ഹാത്ത് ഓൺ എക്സ്പെരിമെന്റ് വരുന്നത്, ഡിസിഷൻ തിയറി വരുന്നത്, സോഷ്യൽ സിസ്റ്റം സ്കൂൾ വരുന്നത്. ലാസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്തത് മോഡേൺ തിയറി അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്ന് പറയും. അതിൽ വരുന്ന സ്കൂൾസ് അല്ലെങ്കിൽ തിയറീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ സിസ്റ്റം അപ്രോച്ച്, സെക്കൻഡ് വൺ കണ്ടിജൻസി അപ്രോച്ച്, തേർഡ് വൺ മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച്, ലാസ്റ്റ് വൺ എംപിരിക്കൽ അപ്രോച്ച്. അപ്പോൾ ഇത്രയുമാണ് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ക്ലാസിക്കൽ തിയറിയിൽ സയന്റിഫിക് മാനേജ്മെന്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. സയന്റിഫിക് മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് നോക്കി. അതേപോലെ തന്നെ FW ടൈലർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് നോക്കി. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് വരുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റിൽ ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത്. അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കേണ്ടതായിട്ടുള്ളത്. താങ്ക് യു.